വരുന്ന പൊതു സെൻസസിനൊപ്പം ജാതി വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. ഡൽഹിയിൽ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനമനുസരിച്ചാണ് നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ജാതി സെൻസസിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കണ്ടതെന്നും അശ്വിനി വൈഷ്ണവ് വിമർശിച്ചു. രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1931-ലാണ്. അതിനാൽ ജാതി സെൻസസ് എന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में राजनीतिक विषयों की कैबिनेट समिति ने यह निर्णय लिया है कि जातियों की गणना को आने वाली जनगणना में सम्मिलित किया जाए। यह इस बात को दर्शाता है कि वर्तमान सरकार देश और समाज के सर्वांगीण हितों और मूल्यों के लिए प्रतिबद्ध है. അടുത്തിടെ ചില സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി സർവേയാണെന്നും ജാതി സെൻസസ് നടത്താൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണെന്നും അശ്വിനി വൈഷ്ണവ് ഓർമ്മപ്പെടുത്തി. As per Article 246 of the Constitution of India, the subject census is listed at 69 in the Union list in 7th schedule. According to Constitution of India, census is a union subject. Some states have conducted surveys. I am repeating the word surveys to enumerate castes. Some states have done this well, while some others have conducted such surveys purely from a political angle in a non-transparent way. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര തീരുമാനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. വൈകിയാണെങ്കിൽ പോലും ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോവിഡിനെ തുടർന്നാണ് 2021 നടക്കേണ്ട സെൻസസ് വൈകിയത്. ഈ വർഷം ആരംഭിക്കുന്ന സെൻസസ് നടപടികൾ അടുത്ത വർഷം പൂർത്തിയാകും. ജനം, ഡൽഹി.